നിങ്ങൾ പുതിയതായിട്ടൊരു ഫ്രീലാൻസിങ്ങോ ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് AI സർവീസസ്. സോ നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI റിലേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ബിസിനസ്സും ഓപ്പർച്യൂണിറ്റീസും ഉള്ളൊരു ടൈമാണിത്. അതും ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഏതൊരു ഓപ്പർച്യൂണിറ്റി എടുത്ത് നോക്കിയാലും ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് ആദ്യം അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ അതിൻ്റെ അകത്ത് ആദ്യമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പോസിബിൾ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് ജോബിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഫ്രീലാൻസിങ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസസിൻ്റെ ഒരു ബിസിനസ് ഓർ കമ്പനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ഹാവിങ് എ ഗുഡ് പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിം രീതി നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് തുടങ്ങാൻ പറ്റും. എല്ലാ ബിസിനസ്സിനും വേണ്ട ഇഷ്ടംപോലെ സർവീസസ് നമുക്ക് AI ത്രൂ കൊടുക്കാൻ പറ്റും. അത് മെഡിക്കൽ ഫീൽഡ്, എഡ്യൂക്കേഷൻ സെക്ടർ, ഫൈനാൻഷ്യൽ സെക്ടർ അങ്ങനെ ഒന്നുമില്ല. ഏതൊരു ഇൻഡസ്ട്രിക്കും നമുക്ക് AI സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിംഗ് ആയിട്ട് AI സർവീസസ് പ്രൊവൈഡ് ചെയ്ത് നോക്കാം. ഓൾസോ നമ്മൾ ജോബ് മാർക്കറ്റിൽ നോക്കിയാൽ AI റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എമർജിംഗ് ആണ്. അതിൻ്റെ ഡിമാൻഡും ഓപ്പർച്യൂണിറ്റീസും കൂടാൻ പോകുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ AIനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, നിങ്ങൾക്ക് AIനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ AI കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി AI എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു കോഡിംഗ് എലമെന്റ് ഉള്ളതാണ് നമ്മളെപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി കേട്ടിട്ടുള്ളത്. കോഡിംഗ് അല്ലാതെ തന്നെ നമുക്ക് AI നോ കോഡ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാൻ പോസിബിൾ ആണ്. അപ്പോൾ നോ കോഡ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, നമുക്ക് കോഡിംഗ് അധികം അറിയണമെന്നില്ല. നമുക്ക് കുറേ ടൂൾസ് നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്ക് AI പഠിക്കാൻ പറ്റും, AI സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ നോ കോഡ് ടൂൾസിൻ്റെ നോളജ് വെച്ചിട്ട് നമുക്കൊരു AI ജോബിൽ കയറാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ AI ഒരു ജോബ് നോക്കിയോ, AIൻ്റെ ഫ്രീലാൻസിങ് തുടങ്ങിയോ, AIയുടെ ബിസിനസ് തുടങ്ങാനോ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ AIനെ പറ്റി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. AIനെ പറ്റി പഠിക്കാൻ താല്പര്യമുണ്ട്, അതിലേക്കൊരു ജോബിലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രീലാൻസിങ് സർവീസസ് തുടങ്ങണം, ബിസിനസ് ഒക്കെ തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് AIനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ AI കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ നോ കോഡ് ടൂൾസ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ക്ലാസ്സസ് എല്ലാം തന്നെ ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്, 1-on-1 ട്രെയിനിങ് ആണ്. ഗ്രൂപ്പ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് വരുന്നത്. ഇതെല്ലാം പ്രാക്ടിക്കലി നമ്മൾ ചെയ്തായിരിക്കും പഠിക്കുന്നത്. ഓൾസോ നമ്മളിപ്പോൾ ഈ AI കോഴ്സ് പഠിച്ചതിന് ശേഷം നമുക്കിപ്പോൾ എങ്ങനെയാണ് ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ ബിസിനസിനെ നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ബിസിനസിന് AI സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നും നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ നമ്മുടെ കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഫ്രീലാൻസിങ്ങോ ബിസിനസ് എല്ലാം നിങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോസിബിൾ ആണ്. സോ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ടാവും.